പക്ഷെ ഈ PMC വിഷയം അങ്ങനെ അണഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പോഴും ആള് കത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വയനാട് വന്നിട്ട് പറയുകയാണ്, PMC കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് പ്രിയങ്ക ഗാന്ധി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രശ്നമല്ല അത്, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്തിനാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന് കേരളത്തിലിരുന്ന് സംസാരിക്കുന്നത് എന്ന് നമുക്കാർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എന്താണ് എതിർപ്പുള്ളത്, എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം, അത് കോൺഗ്രസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്, CPIന് അഭിപ്രായ വ്യത്യാസമുണ്ട്, CPIക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. കാരണം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്ന സമയത്ത് തന്നെ ഇടതുപക്ഷ സംഘടനകൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ, ഇടതുപക്ഷം മൊത്തം അതിനെ എതിർത്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി ഒപ്പുവെച്ചു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിലെ, പിന്നീട് തെലങ്കാനയിലെ, ജാർഖണ്ഡിലെ, ഇനി പഞ്ചാബിൽ കോൺഗ്രസ് അല്ല, അവിടെ ആപ്പാണ് ഭരിക്കുന്നത്, അവിടെയും നടപ്പിലാക്കി. അപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ നടപ്പിലാക്കി. നടപ്പിലാക്കാതെ ഇരുന്ന 3 സംസ്ഥാനങ്ങളാണ്, ഒന്ന് ബംഗാൾ, മറ്റൊന്ന് തമിഴ്നാട്, മറ്റൊന്ന് കേരളം. കേരളമാണ് ഇത് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല എന്ന് ഇടതുപക്ഷ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ നിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ ഒറ്റക്ക് ഒളിച്ചു പോയിട്ട് ഇത് ഒപ്പുവെക്കാനായിട്ട് സമ്മതിക്കുകയും അങ്ങനെ ഒപ്പുവെക്കപ്പെടുകയും ചെയ്തൊരു അന്തരീക്ഷം അപ്പം നിലനിൽ. ഇതിനിടയിൽ എന്താണ് പ്രിയങ്കാന്തിക്ക് എന്ത് കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ പ്രിയങ്ക ഗാന്ധിക്കോ അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് കാര്യം ഉണ്ണിയാർച്ച പോലെ വന്നു എന്നാണ് പറയുന്നത്. മുഖ്യനെ ഇരുട്ടടി നൽകി എന്നാണ് പറയുന്നത്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അത് പറയാനുള്ള യോഗ്യത എന്താണ് ആ സ്ത്രീക്ക്? അല്ല, അവർക്കൊരു യോഗ്യതയില്ല, അവർക്ക് പൊളിറ്റിക്സും ഇല്ല. കാരണം അവർ വല്ലപ്പോഴൊക്കെ വന്ന് ഇടയ്ക്കിങ്ങനെ വർത്തമാനം പറയുന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ അവർ നടത്തുന്നുണ്ട് എന്ന്. പ്രിയങ്ക ഗാന്ധി ഇതിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഞാൻ പോലും പലപ്പോഴും കരുതിയിരുന്നത് അവര് രാഹുൽ ഗാന്ധിയേക്കാൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട് മാറിത്തരുമെന്നാണ് കരുതിയിരുന്നത്. കാരണം അവർക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു എന്താണ് ജനറ്റിക് കപ്പാസിറ്റി ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതെ, അത് പിന്നീട് ഇപ്പൊ മനസ്സിലായത് മുഖച്ഛായ മാത്രമേ ഉള്ളൂ, അകത്ത് കണ്ടന്റ് ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കാരണം ഒന്ന്, വളരെ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. അവർ ഒരിക്കലും ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കേരളത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, പിണറായി വിജയൻ എന്തുകൊണ്ട് ഒളിച്ചൊപ്പിട്ടു എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ആ ഒളിച്ചൊപ്പിട്ടതിൽ എന്തോ രഹസ്യമായിട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുന്നതും നേടാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രശ്നം, അല്ലേ? അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രശ്നം, മകളുടെ പ്രശ്നം, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ എന്താണ് ലാവ്ലിൻ കേസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഉയർത്തിയിട്ടാണ് പ്രതിപക്ഷവും അതുപോലെ എതിരാളികളും ഈ വിഷയത്തിൽ പിണറായി വിജയനെ ക്രൂശിൽ തിറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് വിഷയം. അതിന് പകരം പിണറായി വിജയൻ ഇത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് ഇന്നൊക്കെയാണ് എൻ്റെ വശങ്ങൾ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് എല്ലാവരുടെയും ചോദിച്ചാൽ അതാണ് മര്യാദ. അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വിഷയത്തിൽ ഉണ്ടാവില്ല. CPI വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ മന്ത്രിമാരെ പോലും പറ്റിച്ചുകൊണ്ടാണ് എന്ത് ചെയ്ത് ഒപ്പുവെക്കുന്ന തീരുമാനമെടുക്കുക. ഇവരറിഞ്ഞിട്ടൊന്നുമില്ല, ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇതൊന്നും ഇവരറിയാവുന്ന ഈ കാര്യങ്ങൾ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് അവർ ശക്തമായിട്ട് ഇത് ആവശ്യപ്പെടുകയും അങ്ങനെ അത് തിരുത്താൻ എന്ന് പറഞ്ഞാൽ MOU ഒപ്പുവെച്ചിരിക്കുന്ന ഈ സംഭവം തിരുത്താൻ പറ്റില്ല, അതങ്ങനെ നടക്കും. പക്ഷേ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പരിശ്രമിക്കാം. അങ്ങനെ പരിശ്രമിച്ചാൽ അതിന് കിട്ടുന്ന ഫണ്ടൊന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഈ ചർച്ചകളിലൊന്നും കാര്യമായിട്ട് കേൾക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമ്മുടെ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്, ഭരണനിർവഹണ പ്രക്രിയ എന്ന് പറയുന്നത് മാറിയിരിക്കുന്നത് എന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. 2021 മുതൽ നമ്മളുടെ ഭരണനിർവഹണ പ്രക്രിയ മുഴുവനും മാറി. അത് സമ്പൂർണ്ണമായിട്ട് ടെക്നോളജിക്ക് വിധേയമായ രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ മാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സായിട്ട് അത് മാറിത്തീരുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ടെക്നോ ഫിനാൻഷ്യൽ പ്രോസസ്സായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ, അതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ ടെക്നോ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ്. ഇപ്പോൾ 2 സോഫ്റ്റ്വെയറാണ് നമ്മുടെ ഭരണനിർവഹണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രധാനമന്ത്രിയുടെ ഒരു സോഫ്റ്റ്വെയർ, രണ്ടാമത് ഓരോ സംസ്ഥാനത്തിനും ട്രഷറി ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. ഈ 2 സോഫ്റ്റ്വെയറുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ട് ഭരണനിർവഹണം നടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ മുന്നിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആവശ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ പറയുന്ന ലിസ്റ്റിനകത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കും, ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഇപ്പം SSA ഫണ്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? SSA ഫണ്ട് നമുക്ക് പാസ്സാക്കാൻ വേണ്ടിയിട്ട് അവർ സാധനം എടുക്കുന്ന സമയത്ത് PM ശ്രീയിൽ ഒപ്പുവെച്ചോ എന്ന് ചോദിക്കും. ഇല്ല, എങ്കിൽ ഫണ്ടില്ല. അങ്ങനെയാണ് സംഭവം. അതാണ് പ്രശ്നം. അങ്ങനെ ആക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവേണൻസിനകത്ത് മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ശബ്ദമുയർത്തി അത് തിരുത്തിയാൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇവരുടെ പദ്ധതി, ഓരോ സംസ്ഥാനത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടുത്തെ വിഷയം അതാണ്. അത് പക്ഷേ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. 2021 നടപ്പിലാക്കപ്പെട്ടതാണ്. അന്ന് മുതൽ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഓരോ സംസ്ഥാനം തയ്യാറാവേണ്ടതായിരുന്നു. അത് പക്ഷേ അവർ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് ആ സംവിധാനത്തിനനുസരിച്ച്, ആ സിസ്റ്റത്തിനനുസരിച്ച് നിന്നുകൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഒപ്പിട്ട കാശ് കിട്ടും, ഒപ്പിട്ട് കഴിഞ്ഞാൽ പദ്ധതി നടപ്പിലാക്കുക, പിന്നെ അതിനകത്ത് പിൻവാങ്ങാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം? എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിഷയം ഒന്ന്, ഇത് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം ഇതിനകത്തുള്ളത്. രണ്ടാമത്തത്, ഇത് മുഴുവനും വാണിജ്യവൽക്കരിക്കുന്നു. വാണിജ്യവൽക്കരിക്കുക എന്ന് വെച്ചാൽ കച്ചവടത്തിനും കച്ചവടക്കാർക്കും അനുസൃതമായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തെ സമ്പൂർണ്ണമായിട്ട് മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരുന്നു. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് BJPക്കും RSSനും സ്വീകാര്യമായിട്ടുള്ള ആശയങ്ങളെ, വർഗീയമായിട്ടുള്ള ആശയങ്ങളെ കൊണ്ടുവരുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 3 അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൽ ഒപ്പുകൂടാനോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു ഇടതുപക്ഷ സർക്കാരിന് സാധ്യമല്ല. അവിടെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കാൽ തെറ്റിച്ച് വെച്ചത് എന്നുള്ളതായിരുന്നു നമുക്കറിയാം. ഈ വിഷയം ആണ് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാക്കി തരുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോയി ഒളിച്ചു ഒപ്പുവെച്ചു? അതിനാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഉത്തരം നൽകേണ്ടത്. 2, നിങ്ങൾ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ സമീപനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തേ തിരിഞ്ഞു നടക്കുന്നത്? ആ 2 ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവകാശമില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമാണെന്നുള്ളതാണ്. അവരൊപ്പുവെച്ച് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ആരാധങ്ങളും ഇങ്ങനെ പറയാൻ? ഇങ്ങനെയുള്ള ചോദ്യം ആളുകളുടെ ഉയർന്നു വരും. അങ്ങനെ പ്രിയങ്ക ഗാന്ധി വളരെ അപ്രിയമായ രീതിയിൽ, പ്രിയങ്കയാണ് പക്ഷേ അപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു.